ഡിസംബറിലെ കൊടുന്തണുപ്പിൽ മലനിരകളുടെ വശ്യതയിലേക്ക് തന്നെ ഒരു യാത്ര വേണമെന്ന് കൊടുമുടി സ്കൂളിലെ അധ്യാപകർ തീരുമാനിച്ചു. അങ്ങനെ ഡിസംബർ 29-ാം തീയതി രാത്രി 11 മണിക്ക് 8 അധ്യാപകർ കൊടൈക്കനാൽ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. പ്രധാന അധ്യാപിക യാസ്മിൻ ടീച്ചറുടെ നേതൃത്വത്തിൽ ഷിബ്ന, ജെസ്സി, ജുമാന, അജിത, സുൽഫി എന്നിവർ കൊടുമുടിയിൽ നിന്നും യാത്ര തുടങ്ങി. പട്ടാമ്പിയിൽ നിന്ന് സിനിയെയും ഒറ്റപ്പാലത്ത് നിന്ന് ഹരിഷ്മയെയും മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലങ്ങളിൽ നിന്ന് കയറ്റി. ചെമ്പ്രയിലെ ലൈഫ് ലൈൻ ട്രാവലറിലായിരുന്നു യാത്ര. രാത്രി 11 മണിക്ക് തന്നെ ഗാന്ധി ബസാറിൽ വാഹനം തയ്യാറായി എത്തിയിരുന്നു. നാട്ടിൽ തണുപ്പില്ലായിരുന്നെങ്കിലും കൊടൈക്കനാലിലെ തണുപ്പിനെ മുൻകൂട്ടി കണ്ട് ജെസ്സിയും അജിതയും സ്വെറ്ററൊക്കെ അണിഞ്ഞാണ് യാത്ര തുടങ്ങിയത്. രാത്രി 1 മണിയോടെ വിശപ്പ് അനുഭവപ്പെട്ടപ്പോൾ വഴിയോരത്തെ തട്ടുകടയിലിറങ്ങി ചൂട് പൊറോട്ടയും കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. പിന്നീട് എല്ലാവരും നിദ്രയുടെ ആലസ്യത്തിലേക്ക് വഴുതി വീണു. പഴനിയിലെത്തിയപ്പോൾ ഡ്രൈവർ രതീഷിന്റെ ഉറക്കച്ചടവ് മാറ്റാനായി വണ്ടി ഒരു ചായക്കടക്കരികിൽ നിർത്തി. ഞങ്ങൾ പാതിയുറക്കത്തിലായിരുന്നെങ്കിലും ഡ്രൈവർ ഉണർന്നിരിക്കണമല്ലോ. ആ സമയം കടുത്ത ദൈവഭക്തയായ സിനി ടീച്ചർക്ക് ദൂരെ നിന്ന് പഴനി അമ്പലത്തിന്റെ ഗോപുരം ഞങ്ങൾ കാണിച്ചു കൊടുത്തു. വീണ്ടും യാത്ര തുടർന്നു. യാത്രയായതിനാൽ വഴിയോര കാഴ്ചകൾ കാണാൻ കഴിയാത്തത് ചെറിയൊരു നിരാശയായി അവശേഷിച്ചു. പുലർച്ചെ രാവിലെ 6 മണി കഴിഞ്ഞ് 30 മിനിറ്റോടെ കൊടൈമലയുടെ കവാടമായ സിൽവർ കാസ്കേഡ് വെള്ളച്ചാട്ടം ഞങ്ങളെ വരവേറ്റു. കൊടൈക്കനാൽ മലനിരകൾക്ക് മുകളിലെ നീരുറവയിൽ നിന്നൊഴുകി പാറപ്പുറത്തുകൂടി 180 അടി ഉയരത്തിൽ നിന്ന് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം വെള്ളിച്ചിങ്ക കെട്ടിയതുപോലെ മനോഹരമായിരുന്നു. പാതിയുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തു. വേണ്ടത്ര ഉറങ്ങാൻ കഴിയാത്തതിന്റെ ഉന്മേഷക്കുറവ് എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. യാത്ര തുടരുന്നതിനിടെ യാസ്മിൻ ടീച്ചർ ഫ്ലാസ്കിൽ കരുതിയിരുന്ന ചൂടുള്ള കട്ടൻ ചായയും അരിയുണ്ടയും കഴിച്ചു. ഏതാണ്ട് രാവിലെ 7 മണി കഴിഞ്ഞ് 30 മിനിറ്റോടെ ഞങ്ങൾ കൊടൈക്കനാലിലെത്തി. ഡ്രൈവർ രതീഷ് നേരത്തെ ഏർപ്പാട് ചെയ്തിരുന്ന ഗോൾഡൻ പാർക്ക് ഹോട്ടലിലേക്കാണ് പോയത്. അവിടെയായിരുന്നു ഞങ്ങളുടെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവുമെല്ലാം ക്രമീകരിച്ചിരുന്നത്. 2 മുറികളിലായി ഫ്രഷായി കൊടൈക്കനാലിലെ തണുത്ത പ്രഭാതത്തിൽ ചൂടുവെള്ളത്തിൽ കുളിച്ചും വസ്ത്രം മാറിയും ബ്രേക്ക്ഫാസ്റ്റിനായി 2ാം നിലയിലേക്ക് പോയി. അവിടെ മറ്റ് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെയും അധ്യാപകരുടെയും നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. ടോക്കൺ വാങ്ങി ഞങ്ങൾ ക്യൂവിൽ നിന്നു. നല്ല ചൂട് ഇഡ്ഡലി, പുട്ട്, പൂരി, ഉപ്പുമാവ്, സാമ്പാർ, ചട്ടിണി, കടലക്കറി എന്നിവയും കടുപ്പമുള്ള ചായയും ബുഫയായി അവിടെ ഉണ്ടായിരുന്നു. ഭക്ഷണം അൺലിമിറ്റഡ് ആയതുകൊണ്ട് എല്ലാവരും തൃപ്തിയാവോളം കഴിച്ചു. ഭക്ഷണത്തിന്റെ രുചിയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് സൂയിസൈഡ് പോയിന്റിലേക്കാണ്. വഴിയുടെ ഇരുവശങ്ങളിലും വിനോദസഞ്ചാരികളെ മാടി വിളിക്കുന്ന കച്ചവടക്കാരായിരുന്നു. മാലകൾ, വളകൾ, ജാക്കറ്റുകൾ, സ്വെറ്ററുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിങ്ങനെ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വലിയൊരു നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു. അല്പനേരം നടന്നപ്പോൾ ഞങ്ങൾ ഗ്രീൻ വാലി എന്നറിയപ്പെടുന്ന സൂയിസൈഡ് പോയിന്റിലെത്തി. കുന്നുകളുടെയും പാറക്കെട്ടുകളുടെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. താഴെ പഞ്ഞിക്കെട്ട് പോലെ ഒഴുകി നീങ്ങുന്ന മേഘങ്ങൾ ആരെയും മയക്കുന്നതായിരുന്നു. അവിടെ നിന്ന് പില്ലർ റോക്കിലേക്ക് പോയി. നാനൂറ് അടി ഉയരമുള്ള ഗ്രാനൈറ്റ് പാറക്കൂട്ടങ്ങൾ പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ശാന്തമായ കൊടൈ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരിടം. തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന 3 പാറക്കൂട്ടങ്ങൾക്കിടയിലെ പാറയിടുക്കുകളായ ഡെവിൾസ് കിച്ചണും മിനി ഗാർഡനും കണ്ടു. കുറച്ച് ഫോട്ടോകളും വീഡിയോകളും എടുത്ത് ഞങ്ങൾ മടങ്ങി. പോരുന്ന വഴിയിൽ നൂഡിൽസ് പോലുള്ള പ്രാദേശിക വിഭവങ്ങൾ വിളമ്പുന്ന സ്റ്റാളുകൾ കാണാമായിരുന്നു. പിന്നീട് ലക്ഷ്യം വെച്ചത് പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നു.
കവാടത്തിന് മുന്നിൽ ചോളവും മാങ്ങയും വിൽക്കുന്ന ധാരാളം കച്ചവടക്കാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും സ്വീറ്റ് കോൺ വാങ്ങിക്കഴിച്ചു. 1906 ബ്രൈൻഡ് എന്ന ഇംഗ്ലീഷുകാരൻ നട്ടുപിടിപ്പിച്ച ഈ പൈൻ മരങ്ങൾ ഇന്ന് കൊടൈക്കനാലിലെ പ്രധാന ആകർഷണമാണ്. ആകാശമുട്ടെ നിൽക്കുന്ന മരങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. സഞ്ചാരികൾ റീൽസും ഫോട്ടോകളും എടുക്കുന്ന തിരക്കിലായിരുന്നു. ഞങ്ങളും ഒട്ടും മോശമാക്കിയില്ല. ജുമാനയായിരുന്നു റീൽസിന്റെ സംവിധായികയും പ്രൊഡ്യൂസറും, ഞാൻ ക്യാമറമാനും. ജെസ്സി ടീച്ചർ എത്ര പോസ്റ്റ് ചെയ്തിട്ടും ശരിയാവുന്നില്ലായിരുന്നു. അജിത ടീച്ചറാണെങ്കിൽ ഏതൊക്കെയോ സിനിമാ നടികളുടെ ഫോട്ടോ കാണിച്ച് അതുപോലെ എടുത്തു തരാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. 10 സ്നാപ്പുകൾക്കൊടുവിലാണ് ജെസ്സി ടീച്ചറുടെയും അജിത ടീച്ചറുടെയും പോസുകൾ അവസാനിച്ചത്. അവിടുന്ന് രണ്ടാമത്തെ പൈൻ ഫോറസ്റ്റിലേക്ക് യാത്രയായി. അവിടെയുള്ള P&U's ടോയ്ലറ്റിന്റെ ചുമതലക്കാരി ഒരു കേരളക്കാരിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇവിടെ സ്ഥിരതാമസമാക്കിയ ജെസ്സി എന്ന ആ വയോധികയെ ഞാൻ ജെസ്സി ടീച്ചർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഒരേ പേരാണെന്നറിഞ്ഞ സന്തോഷത്തിൽ അവർ ജെസ്സി ടീച്ചറെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകൾ കൊണ്ടുള്ള ആ ഉമ്മ ടീച്ചർക്ക് അല്പം അറപ്പും ഈർഷ്യയും ഉണ്ടാക്കിയെങ്കിലും അതൊരു നല്ല ഓർമ്മയായി മാറി. പിന്നീട് ഞങ്ങൾ ഗുണ കേവ് അഥവാ ഡെവിൾസ് കിച്ചണിലേക്ക് പോയി. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിലൂടെ വിശ്വപ്രസിദ്ധമായ ഗുണക്കേവിന്റെ പ്രവേശന കവാടം ഗുഹയ്ക്ക് സമാനമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഷോലമരങ്ങളും പുല്ലും നിറഞ്ഞ ആ പ്രദേശത്തെ മരങ്ങളുടെ വേരുകൾ യാത്രക്കാരിൽ ഒരു നിഗൂഢത ഉണർത്തുന്നു. കൺമണി അൻപൊടു എന്ന ഗാനം ചിത്രീകരിച്ച ആ ഐക്കണിക് സ്ഥലം കാണാൻ നല്ല തിരക്കായിരുന്നു. ഷോലമരങ്ങളുടെ വേരുകളിൽ പിടിച്ചു കയറി പലരും ഫോട്ടോ എടുത്തു. മുകളിൽ കയറി നോക്കിയപ്പോൾ കണ്ടത് കൊടുങ്കാട് നിറഞ്ഞ ആഴങ്ങളും അടിയിൽ നിന്ന് പൊങ്ങിവരുന്ന മഞ്ഞുപുകയുമാണ്. അസ്ഥിയിൽ തൊടുന്ന ശീതക്കാറ്റും കൂറ്റൻ കരിമ്പാറകളും ചേർന്ന് ചെകുത്താന്റെ പാചകപ്പുരയുടെ വന്യമായ ഭംഗി ഞങ്ങൾക്ക് നൽകി. തുടർന്ന് 50 രൂപ ടിക്കറ്റ് എടുത്ത് തമിഴ്നാട് സർക്കാരിന്റെ കീഴിലുള്ള റോസ് ഗാർഡനിലേക്ക് പോയി. 12 ഏക്കറിൽ വിരിഞ്ഞു നിൽക്കുന്ന വിവിധ ഇനം റോസാ ചെടികൾ കണ്ണിന് വിരുന്നായിരുന്നു. ഉച്ചയ്ക്ക് രാത്രി 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയപ്പോഴേക്കും വിശപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയതിനാൽ ഞങ്ങൾ വീണ്ടും ഗോൾഡൻ ഹോട്ടലിലെത്തി. മലയാളി നടത്തുന്ന ആ ഹോട്ടലിൽ നിന്ന് രുചികരമായ കേരള ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു. ഭക്ഷണശേഷം ഹോട്ടലിനടുത്തുള്ള കൊടൈക്കനാൽ തടാകത്തിലേക്ക് പോയി. മത്സ്യങ്ങളും ജലസസ്യങ്ങളും നിറഞ്ഞ തടാകത്തിന്റെ വൃഷ്ടിപ്രദേശത്ത് 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന കുറിഞ്ഞിയും കാണപ്പെടാറുണ്ട്. തടാകത്തിന് ചുറ്റും സൈക്കിൾ സവാരി നടത്തുന്നവരെയും കുതിരസവാരി നടത്തുന്നവരെയും കണ്ടു. ടിബറ്റൻ കടകളിൽ നിന്ന് ഹോംമെയ്ഡ് ചോക്ലേറ്റുകളും വസ്ത്രങ്ങളും വാങ്ങാൻ തിരക്കായിരുന്നു. തടാകക്കരയിലെ ബലൂൺ ഷൂട്ടിങ്ങിൽ ഞാനും ഒരു കൈ നോക്കി. 100 രൂപ നൽകി 5 ബലൂൺ ഷൂട്ട് ചെയ്യാൻ നോക്കിയെങ്കിലും 3 എണ്ണമേ പൊട്ടിക്കാനായുള്ളൂ. തിരിച്ചുള്ള യാത്രയ്ക്കായി സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലായി എല്ലാവരും. വൈകുന്നേരം 6 മണിയോടെ ഞങ്ങൾ കൊടൈക്കനാലിനോട് യാത്ര പറഞ്ഞ് മടക്കയാത്ര തുടങ്ങി. പുലർച്ചെ 1 മണിയോടെ നാട്ടിലെത്താമെന്ന് ഡ്രൈവർ അജിത് പറഞ്ഞു. എല്ലാവരും ക്ഷീണത്താൽ ഉറക്കത്തിലാണ്ടുപോയി. എന്നാൽ മധുരയിലെത്തിയപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം, ഡാൻസ് കളിക്കണം.
തിരക്കില്ലാത്ത ഹൈവേയിൽ വണ്ടി ഒതുക്കി നിർത്തി ഉച്ചത്തിൽ പാട്ടുവെച്ച് എല്ലാവരും ആവേശത്തോടെ ഡാൻസ് കളിച്ചു. ക്ഷീണമെല്ലാം മറന്ന ആ നിമിഷങ്ങൾ യാത്രയുടെ ക്ലൈമാക്സ് തന്നെയായിരുന്നു. കണ്ടുമടങ്ങിയാലും മനസ്സിനെ വീണ്ടും കൊടൈക്കനാലിലേക്ക് വിളിക്കുന്ന ആ വശ്യതയെന്നും ഓർമ്മകളിൽ തങ്ങും. പറഞ്ഞറിയിക്കാനാകാത്ത അനുഭവങ്ങളാണ് കൊടൈ മലനിരകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത്.